പുരസ്കാര പ്രഖ്യാപനങ്ങൾക്കുള്ളിലെ രഹസ്യ അജണ്ട ഇന്ത്യൻ സിനിമയെ തളർത്തുന്ന കാഴ്ചയാണ് സമീപകാലത്തെ ഓരോ ദേശീയ പുരസ്കാര പ്രഖ്യാപനങ്ങളിലും പ്രകടമാവുന്നത്. പറഞ്ഞു തഴമ്പിച്ച വിമർശനങ്ങളെങ്കിലും തിരുത്തപ്പെടാനാവാത്ത വിധം സിനിമയെയും കലയെയും കലാകാരന്മാരെയും ഇലവിളമ്പി ചോറില്ലെന്ന് പറയുന്ന പോലെ വിളിച്ചു വരുത്തി പരിഹസിക്കുന്ന കാഴ്ച. നോമിനേഷനുകളിൽ വന്നുപോയ 400-ലധികം ചിത്രങ്ങളും ദേശീയ പുരസ്കാരത്തിനായി അളക്കപ്പെട്ടിരുന്നത് ഒരേ ത്രാസിലല്ല. ആശയം കേന്ദ്രത്തിന് അനുകൂലമെങ്കിൽ, അതിലുപരി സംഘപരിവാറിന് അനുകൂലമെങ്കിൽ കൊടുക്കണം ഒരു അവാർഡ് എന്ന തീരുമാനം ജൂറി എടുക്കേണ്ടി വരുന്നത് വളരുന്ന ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ കൂമ്പൊടിക്കുന്നത് പോലാണ്. എല്ലാ കാലവും കേന്ദ്രത്തിന്റെ ഹിന്ദുത്വ പ്രൊപ്പഗാൻഡ പ്രചരണങ്ങൾക്കെതിരെ രാഷ്ട്രീയം നോക്കാതെ പ്രതികരിച്ച മലയാള സിനിമയും ഇതേ കാരണത്താൽ പല അംഗീകാരങ്ങളിൽ നിന്നും തഴയപ്പെടുന്നതും നിരന്തര കാഴ്ചയാവുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രൊപ്പഗാൻഡ സിനിമയായ ആർട്ടിക്കിൾ 370, സ്വതന്ത്ര വീർ സവർക്കർ എന്നിവയ്ക്ക് മികച്ച പരിഗണന കിട്ടുകയും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മഞ്ഞുമ്മൽ ബോയ്സ്, മലയാളത്തിൽ നിന്ന് തന്നെയുള്ള കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയ ചിത്രങ്ങളെ തഴയുകയും ചെയ്യുന്നതിൽ ജൂറിക്ക് എപ്രകാരം വിശദീകരണം നൽകാനാവും? മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയമില്ലെന്ന് ആവർത്തിക്കുന്നുണ്ട് ജൂറി ചെയർമാൻ ജയരാജ്. രാഷ്ട്രീയമില്ലെങ്കിൽ മറ്റെന്ത് അതിശയ കലാ സാന്നിധ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രത്യേക സിനിമകളിൽ എന്ന് വിശദീകരിക്കാൻ കൂടി തയ്യാറാവേണ്ടതല്ലേ ജൂറി? മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ന്യായീകരിക്കുന്നതായിരുന്നു. കശ്മീരിലെ വിവിധ രാഷ്ട്രീയ ശബ്ദങ്ങൾ, പ്രാദേശിക ജനങ്ങളുടെ അനുഭവങ്ങൾ, മനുഷ്യാവകാശ ചർച്ചകൾ തുടങ്ങിയവയ്ക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നരേറ്റീവിനെ സിനിമയിലൂടെ സാധൂകരിക്കുന്ന ശ്രമം. 2024 പുറത്തിറങ്ങിയ അനേകം ചിത്രങ്ങളിൽ നിന്ന് മികച്ചതെന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രത്തിന് പിന്നിൽ കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനപ്പുറം മുഖം വെളുപ്പിക്കുക എന്ന ചിലരുടെയൊക്കെ അജണ്ട കൂടി കടന്നു വരുമ്പോൾ നഷ്ടമാവുന്നത് ഓരോ സിനിമാക്കാരന്റെയും ആത്മവിശ്വാസമാണ്. അതിലുപരി ചരിത്രമാവുന്നത് ഒരു പിടി നുണക്കഥകളാണ്. കേരള സ്റ്റോറി പോലൊരു പച്ചക്കള്ളത്തിന് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചപ്പോഴും പറഞ്ഞതാണ് ഇതേ ആശങ്കകൾ. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിന് കുടപിടിച്ച പ്രോത്സാഹനത്തെ തിരിച്ചറിഞ്ഞതാണ് മലയാളികൾ. അതേ വീറോടെ ഇപ്പോഴും തിരിച്ചറിയുന്നു, എതിർക്കുന്നു. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള പ്രൊപ്പഗാൻഡ പ്രചരണങ്ങൾ ഇപ്രകാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള സിനിമ എന്ന മാധ്യമത്തെ ഹിന്ദുത്വ നരേറ്റീവിനെ ശക്തിപ്പെടുത്താനുള്ള ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിലൂടെ ഹിന്ദു ഇതര മനുഷ്യരെ ആശ്രിതരും ഭീകരവാദികളുമാക്കുന്ന ക്രിമിനൽ ചിന്താഗതിക്ക് തിരികൊളുത്തുകയാണ് കേന്ദ്രം. സംഘപരിവാറിനെതിരെ സംസാരിച്ചാൽ വാ മൂടിക്കിട്ടുന്നു, മറുത്തെങ്കിൽ സെൻസർ കട്ട് പോലും ഒഴിവാക്കി പരസ്യ പ്രചരണത്തിന് അഴിച്ചുവിടുന്നു. ദുരന്തർ 2 ഭാഗങ്ങളായി പ്രചരിപ്പിച്ച ആശയങ്ങളിലൂടെ സംവിധായകൻ ആദിത്യധർ കേന്ദ്രത്തിന് പ്രിയപ്പെട്ടവനാകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും നടിയുമായ യാമി ഗൗതം വീണ്ടും ഒരു ഹിന്ദുത്വ പ്രൊപ്പഗാൻഡ ചിത്രമായ ആർട്ടിക്കിൾ 370 നായികയാവുന്നു. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹയാവുന്നു. വിചിത്രമായി തോന്നിയാൽ അതിശയമില്ല. സംഘപരിവാർ ആചാര്യൻ വിനായക് ദാമോദർ സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന സ്വതന്ത്ര വീർ സവർക്കർ അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയുടെ മുഖചിത്രമായി അവതരിപ്പിച്ചപ്പോൾ മുതൽ ചിത്രത്തിന്മേലുള്ള കേന്ദ്രത്തിന്റെ പ്രത്യേക താല്പര്യം ചർച്ച ചെയ്യപ്പെട്ടതാണ്. തിയേറ്ററിൽ തകർന്നടിഞ്ഞ ചിത്രം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും രാജ്യത്തിന്റെ മുഖമാക്കി സിനിമാവേദിയിൽ പ്രദർശിപ്പിച്ചു. സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞതിന് പിന്നാലെ അച്ഛന്റെ സ്വത്തുക്കൾ വിറ്റാണ് താൻ സിനിമയെടുത്തതെന്നും എന്നിട്ട് പോലും ചിത്രത്തിന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നും പറഞ്ഞുള്ള രൺദീപ് ഹൂഡയുടെ നിരാശ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതേ വ്യക്തിയാണ് ഇപ്പോൾ മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തെ സമൂഹം അംഗീകരിച്ച കാലം വന്നു എന്ന വിധിയെഴുത്തുകൾക്ക് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ തുനിഞ്ഞിറങ്ങിയപ്പോൾ തലക്കെട്ടുകളിൽ കണ്ടത് ചരിത്രം അധികാരം ഉപയോഗിച്ച് വിലയ്ക്ക് വാങ്ങാനായതിലെ ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു. അമിത ദേശീയതയും ഇന്നത്തെ കാലത്ത് അവാർഡിന് പരിഗണിക്കാൻ ഒരു കാരണമാണ്. മികച്ച സംവിധായകൻ ഉൾപ്പെടെ 3 പുരസ്കാരങ്ങളാണ് തമിഴ് ചിത്രമായ അമരൻ സ്വന്തമാക്കിയത്. പുഷ്പ 2 മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതിലും ഇതിലൊന്നും പെടാത്ത നമുക്ക് പിടികിട്ടാത്ത മറ്റെന്തെങ്കിലും ലോജിക് ഉണ്ടായിരിക്കും. അവസാന പരിഗണനയിൽ വന്ന ഭ്രമയുഗവും മഞ്ഞുമ്മൽ ബോയ്സും തഴഞ്ഞ് മികച്ച കലാസംവിധാനത്തിൽ കൽക്കി പുരസ്കാരം നേടിയതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആർട്ടിക്കിൾ 370 വീര സവർക്കറും ഉൾപ്പെടെയുള്ള പ്രൊപ്പഗാൻഡ ചിത്രങ്ങൾ റിലീസിനെത്തിയത് ഇലക്ഷൻ സമയത്തോടടുപ്പിച്ചായിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒന്നാണ്. ഇത്തരം നരേറ്റീവുകൾ രാജ്യത്തിന്റെ
അധികാര തെരഞ്ഞെടുപ്പുകളെ അടക്കം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം. രാജ്യത്തെ സിനിമാ മേളകളിലും പ്രൊപ്പഗാൻഡകൾ തിരുകിക്കയറ്റാനുള്ള ശ്രമം നടക്കാറുണ്ട്. മാളികപ്പുറം അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിച്ചപ്പോഴും വിമർശനം ഉയർന്നിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളായ കോമരം ഭീമിന്റെയും അല്ലൂരി സീതാരാമരാജുവിന്റെയും കഥ പറഞ്ഞ RRRഉം IFFIയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഒരു സ്വാതന്ത്ര്യ സമര ചിത്രം എന്നതിലുപരി രാമായണമായിരുന്നു RRRന് പ്രമേയം. ഇന്ത്യ എന്നാൽ ഹിന്ദു രാജ്യമാണെന്ന സന്ദേശം നൽകലായിരിക്കണം ഉദ്ദേശം. ഇതേ താല്പര്യത്തോടെയായിരുന്നു ഓസ്കർ എൻട്രിയായി സമർപ്പിച്ച ചിത്രങ്ങളിൽ മുൻപ് പറഞ്ഞ സ്വതന്ത്രവീർ സവർക്കറെയും ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്തത് കിരൺ റാവു സംവിധാനം ചെയ്ത ലാപ്പത്ത ലേഡീസ് ആയിരുന്നു. അത് പിന്നെ കേന്ദ്രത്തിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നുണ്ട്. കടുത്ത പ്രോത്സാഹനത്തിൽ പുതിയ പ്രൊപ്പഗാൻഡ സിനിമകൾ വരിയായി പിറക്കുന്നുണ്ട്. ജാഗ്രത വേണം.